ഹായ് എവരിവൺ. സോ നമ്മൾ കാത്തിരുന്ന കേരള മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ തേർഡ് അലോട്ട്മെന്റ് അങ്ങനെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് പോയിട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 30/10/2025 വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം. അതായത് ഈ മാസം 13th വരെ ആയിരിക്കും അഡ്മിഷൻ എടുക്കാനുള്ള ടൈം. അതേപോലെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഓൾ ഇന്ത്യ കോട്ട വഴി BHMSനും BSMSനും BUMSനും ഒക്കെ കിട്ടിയ കുട്ടികളെ, അഡ്മിഷൻ എടുത്ത കുട്ടികളെ ഈ ഒരു തേർഡ് അലോട്ട്മെന്റിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ആ കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള അലോട്ട്മെന്റ് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ എടുത്ത BHMSനും BUMSനും BSMSനും BAMSനും ഒക്കെ അഖിലേന്ത്യാ കോട്ടയിൽ 3ാം ഘട്ടത്തിൽ അഡ്മിഷൻ നേടിയ ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. യെസ്, നമുക്ക് എല്ലാ കോഴ്സുകൾക്കും ആർക്കാണ് അഡ്മിഷൻ ലഭിച്ചത് എന്നൊന്ന് നോക്കാം. യെസ്, അപ്പോൾ ഇത് ശരിക്കും അടുത്ത വർഷത്തേക്കുള്ളവർക്കും ഒരു റെഫറൻസിനായിട്ട്, അതേപോലെ സ്ട്രേ വേക്കൻസി റൗണ്ട് കാത്തിരിക്കുന്നവർക്കും മാത്രമുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. യെസ്, അപ്പോൾ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ നോക്കാം. ഓപ്പൺ കാറ്റഗറി ഗവൺമെന്റ് സീറ്റ് 8956 വരെ കിട്ടി. ഈഴവ 11,330 വരെ കിട്ടിയിട്ടുണ്ട്. മുസ്ലിം 11,686 വരെ കിട്ടി. ബാക്ക്വേർഡ് ഹിന്ദു 12,303 വരെ കിട്ടി. LA 17,035 വരെ കിട്ടിയിട്ടുണ്ട്. DV 16,477 വരെ കിട്ടി. VK 10,695 വരെ കിട്ടി. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 13,954 വരെ കിട്ടി. KN 24,354 വരെയും KU 40,540 വരെയും കിട്ടിയിട്ടുണ്ട്. SC 21,069 വരെയും ST 32,081 വരെയും EW 15,074 വരെയും അഡ്മിഷൻ ലഭിച്ചു. യെസ്, നെക്സ്റ്റ് വൺ BSc ഫിഷറീസ് ആണ്. ഗവൺമെന്റ് സെക്ടറിൽ ഓരോ കാറ്റഗറിയും നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറി 14,168 വരെ കിട്ടി. ഈഴവ 15,485 വരെയും മുസ്ലിം 16,202 വരെയും ബാക്ക്വേർഡ് ഹിന്ദു 18,182 വരെയും LA 19,507 വരെയും ലഭിച്ചു. അതേപോലെ DV 21,917 വരെയും VK 16,849 വരെയും ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 17,413 വരെയും SC 23,205 വരെയും ST 33,504 വരെയും ഇക്കണോമിക്കലി വീക്കർ സെഷൻ 23,381 വരെയും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. യെസ്, അതേപോലെ നെക്സ്റ്റ് വൺ ഇസ് BVSC ആണ്. അതായത് വെറ്റിനറി സയൻസ് കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ തേർഡ് അലോട്ട്മെന്റിൽ ഓപ്പൺ കാറ്റഗറി 4,308 വരെ കിട്ടി. ഈഴവ 5,149 വരെയും 5,305 റാങ്ക് വരെയാണ് മുസ്ലിം കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. 7,764 ബാക്ക്വേർഡ് ഹിന്ദുവിന്റെ ക്ലോസിംഗ് റാങ്ക്. LAയുടെ ക്ലോസിംഗ് റാങ്ക് 7,803. DVയുടെ ക്ലോസിംഗ് റാങ്ക് 15,448. VKയുടെ ക്ലോസിംഗ് റാങ്ക് 5,761. BXൻ്റെത് 6,444. Kൻ്റെത് 16,818. KUൻ്റെത് 27,474. SCയുടേത് 18,635. STയുടെ 30,266. EW 5,830 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. യെസ്, നെക്സ്റ്റ് വൺ ആയുർവേദയാണ്. ആയുർവേദയുടെ ഗവൺമെന്റ് സീറ്റുകൾ ആദ്യം നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറി 11,281 വരെയാണ്. 11,000 റാങ്കിന് പല കോളേജിലും കിട്ടിയിട്ടുണ്ട്. ഒല്ലൂർ കിട്ടിയിട്ടുണ്ട്, പരിയാരത്ത് കിട്ടിയിട്ടുണ്ട്. യെസ്, അതേപോലെ ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക് 13,673 ആണ്. 13,579 ഒല്ലൂർ കിട്ടിയിട്ടുണ്ട്. 11,866 ആയുർവേദ കോളേജ് തൃപ്പൂണിത്തറയിലും കിട്ടിയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 13,282 തന്നെയാണ്. ബാക്ക്വേർഡ് ഹിന്ദു 14,551 വരെ ഇത്തവണ കിട്ടി. LA 20,478. DV 20,692. VK 14,768 ക്ലോസിംഗ് റാങ്ക്. BXന്റെ ക്ലോസിംഗ് റാങ്ക് 16,900. Kന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 29,217 ആണ്. KUൻ്റെത് 34,160. SCയുടെ ക്ലോസിംഗ് റാങ്ക് 22,295. STയുടേത് 36,710. EW 21,520. യെസ്, ഇനി ആയുർവേദയുടെ തന്നെ സെൽഫ് ഫിനാൻസിങ് സെക്ടർ നോക്കാം. സെൽഫ് ഫിനാൻസിങ്ങിൽ പല കോളേജിലും 41,000, 42,000, 44,000 റാങ്കുകാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. യെസ്, ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ 44,000, 45,000 അടുപ്പിച്ചാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. എല്ലാ കാറ്റഗറിയിലും അങ്ങനെയൊക്കെ തന്നെ. യെസ്, ഇനി ബിടെക് ബയോടെക്നോളജി ആണ്. ബിടെക് ബയോടെക്നോളജിയുടെ ഗവൺമെന്റ് സെക്ടർ നോക്കാം. ഗവൺമെന്റ് സെക്ടറിൽ ഓപ്പൺ കാറ്റഗറി 10,635 ആണ്.
ഈഴവ 11,590, മുസ്ലിം 11,409, ബാക്ക്വേർഡ് ഹിന്ദു 12,442, LA 14,665, DV ധീവര കാറ്റഗറിയാണ് 15,133, VK വിശ്വകർമ്മ കാറ്റഗറിയാണ് 10,826 ആണ്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 14,136, ST 22,234, ST 32,561, EW 17,448 അഡ്മിഷൻ കിട്ടി. യെസ്, നെക്സ്റ്റ് വൺ ഇസ് BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെന്റൽ സയൻസ് ആണ്. ഓപ്പൺ കാറ്റഗറി 14,988, ഈഴവ 17,062, മുസ്ലിം 17,060, ബാക്ക്വേർഡ് ഹിന്ദു ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 18,000 20,000 റേഞ്ചിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. STയുടേത് 34,000, EW SCയും ഒക്കെ 23,000 റേഞ്ച്. യെസ്, BSc ഫോറസ്ട്രി, ഇനി 2 കോഴ്സുകൾ കൂടി നോക്കാം. BSc ഫോറസ്ട്രി നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി 12,382 കിട്ടി, ഈഴവ 13,852, മുസ്ലിം 13,112, ബാക്ക്വേർഡ് ഹിന്ദു 12,395, LA 15,809, DV 22,396, VK 14,440, SC 22,236, ST 32,288, EW 20,575 റാങ്കിനും അഡ്മിഷൻ കിട്ടി. യെസ്, BSMS സിദ്ധ നോക്കുകയാണെങ്കിൽ സിദ്ധ കഴിഞ്ഞ തവണ തന്നെ മാക്സിമം റാങ്ക് ക്ലോസിംഗ് റാങ്ക് വന്നിരുന്നു. അതേപോലെ യുനാനി ആണെങ്കിലും 44,000 ഒക്കെയാണ് ഇത്തവണത്തെയും ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക്. അപ്പൊ ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളെയും ആദ്യം കൺസിഡർ ചെയ്യുക ജനറൽ കാറ്റഗറിയിലാണ്. അവിടെ നിങ്ങൾക്ക് സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ച് നിങ്ങളെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ എല്ലാവരെയും ആദ്യം ജനറലാണ് കൺസിഡർ ചെയ്യുക. ജനറലിൽ തന്നെ 44,000 റാങ്കിന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. യെസ്, ഇനി ലാസ്റ്റ് വൺ 2 കോഴ്സുകൾ കൂടിയുണ്ട്. യെസ്, ഹോമിയോപ്പതിയും അതേപോലെ തന്നെ BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. ഹോമിയോ നമ്മൾ ഗവൺമെന്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ ഇത്തവണ 14,000 റേഞ്ചിൽ പല കോളേജിലും വന്നിട്ടുണ്ട്. 14,314 ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് തേർഡ് അലോട്ട്മെന്റിൽ വന്നിരിക്കുന്നത്. 14,122 എറണാകുളത്ത് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഗവൺമെന്റ് സീറ്റ് ആണ്. ഈഴവ നോക്കുകയാണെങ്കിൽ 17,000 റേഞ്ചിലാണ് നേമത്തും കോട്ടയത്തും ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതിലെ ക്ലോസിംഗ് റാങ്ക് ഓവറോൾ ക്ലോസിംഗ് എന്ന് പറയുന്നത് 17,981 ആണ്. അതുപോലെ മുസ്ലിം കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 15,707 ആണ്. 15,000 റേഞ്ചിൽ പല കോളേജിലും കിട്ടിയിട്ടുണ്ട്, എറണാകുളത്ത് കിട്ടിയിട്ടുണ്ട്, അതേപോലെ നെയ്മത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 18,517 ആണ്. അതേപോലെ LA കാറ്റഗറിയുടേത് 22,770 ആണ്. DVയുടെ ക്ലോസിംഗ് റാങ്ക് 29,753, VKയുടേത് 18,611 BXന്റെ ക്ലോസിംഗ് റാങ്ക് 17,210 ആണ്. KNന്റേത് 34,750 ആണ്. KUവിൻ്റെത് 42,815, SCയുടേത് 27,486, STയുടേത് 40,133, EW 22,954. യെസ്, ലാസ്റ്റ് വൺ ഇസ് BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ 16,000 റാങ്കിന് വരെ ഗവൺമെന്റ് സെക്ടറിൽ കിട്ടിയിട്ടുണ്ട്. കോളേജ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് മാനേജ്മെന്റ് തൃശ്ശൂരാണ്. യെസ്, ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 17,693, മുസ്ലിം കാറ്റഗറി 17,390, ബാക്ക്വേർഡ് ഹിന്ദു 23,208, LA 17,079, DV 22,639, VK 16,132, KU 33,956, 23,391 SC കാറ്റഗറിയിലും 37,745 ST കാറ്റഗറിയിലും 21,649 EW കാറ്റഗറിയിലും അഡ്മിഷൻ ലഭിച്ചു. സോ ഇതാണ് തേർഡ് അലോട്ട്മെന്റിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് 30-ാം തീയതി വരെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. മക്കളെ, ആ കറക്റ്റ് ടൈമിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ അവർ പെനാൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു അലോട്ട്മെന്റ് ഇനി നടക്കാൻ പോകുന്നത് സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോക്കുകയാണെങ്കിൽ 6 റൗണ്ടോളം സ്ട്രേ വേക്കൻസി റൗണ്ട് നടന്നിരുന്നു. അപ്പൊ ജനുവരിയോട് കൂടി എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത്. കഴിഞ്ഞ വർഷം ജനുവരിയോട് കൂടിയാണ് അത് എൻഡ് ചെയ്തത്. അപ്പൊ ദയവ് ചെയ്ത് സ്ട്രേ വേക്കൻസിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്.
2026 നീറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഒരു 5-6 മാസം. ആ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. യെസ്, അപ്പോൾ നിങ്ങൾ സ്ട്രേ വേക്കൻസി ഒരു വശത്തൂടെ നടന്നോട്ടെ, നമുക്ക് അതിലുള്ള സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ 2026 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക, ഹാർഡ് വർക്ക് ചെയ്തു തുടങ്ങുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയധികം ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്, അപ്പോൾ വളരെ നന്നായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ.